ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതികളെ പേടിച്ചാണ് പരോൾ അനുവദിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. CPM ക്രിമിനലുകളുടെ ഒപ്പമാണ് എന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പരോൾ നൽകിയതിൽ എന്ത് മഹാ അപരാധമാണ് ഉള്ളതെന്നായിരുന്നു CPM നേതാവ് പി. ജയരാജന്റെ ചോദ്യം. അതേസമയം കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കെ രമ. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ഹൈക്കോടതിയെ സമീപിക്കും. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പുതിയ ക്രിമിനലായ കൊടിസുനിയെ പരോളിൽ വിടാൻ പോലീസ് റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് 1 മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചിട്ട് ചെയ്യാണ്. ഈ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും എന്നാണ് ഈ പ്രതികൾ CPM നേതാക്കളെ ഭീഷണിപ്പെടുന്നത്. കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടത്തിയ ക്രിമിനലുകളുടെ കൂടെയാണ് ഈ ഗവൺമെന്റും CPM. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ കെ രമ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കൊടിസുനിക്ക് പരോൾ നൽകിയതല്ല, പരോൾ നൽകുന്നതിന് മുൻപ് പോലീസിന്റെ റിപ്പോർട്ട് കൊടിസുനിയുമായി ബന്ധപ്പെട്ട് മോശം റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അതിനുശേഷം എങ്ങനെ പരോൾ ലഭിച്ചു എന്നുള്ളതാണ് രമയുടെ ചോദ്യം. ഈ കാര്യങ്ങളാണോ ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നത്? സ്മൃതി, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ കൊടിസുനിക്ക് ഇപ്പോൾ പരോൾ 30 ദിവസം അനുവദിച്ചപ്പോൾ അത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന ആരോപണമാണ് കെ രമ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. മാത്രവുമല്ല, ഈ ജയിൽ ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ കൊടിസുനി പരോളിൽ പുറത്തേക്കിറങ്ങുന്നത്. ഇത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം കെ രമ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കെ രമ കൊച്ചിയിൽ നിയമവിദഗ്ധരുമായി ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചന നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരോൾ ഉത്തരവ് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമാണ്. നേരത്തെ തന്നെ ജയിലിനകത്ത് ജയിൽ ജീവനക്കാരെ നിരന്തരം കൊടിസുനിയുടെ നേതൃത്വത്തിൽ ആക്രമിച്ചിരുന്നു. അങ്ങനെയാണ് അതീവ സുരക്ഷാ ജയിലിൽ നിന്നും തവന്നൂരിലെ ജയിലിലേക്ക് കൊടിസുനിയെ മാറ്റിയത്. ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ കൊടിസുനി പങ്കാളിയായി. അങ്ങനെ ഒട്ടേറെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ജയിലിനകത്ത് നിന്നുകൊണ്ട് തന്നെ കൊടിസുനി ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊടിസുനി പുറത്തിറങ്ങുന്നത് ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ സാക്ഷികൾക്ക് പോലും അത് ഭീഷണിയാകും എന്ന ആശങ്ക RMPയും കെ രമ അടക്കം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരോളിനെ ശക്തമായി എതിർക്കുന്നത് പ്രതിപക്ഷവും കെ രമയും.